Praise the Lord. Praise the Lord. വലിയ സന്തോഷമാണ് എനിക്ക് തോന്നണേ കേട്ടോ. തീർച്ചയായിട്ടും തോന്നണമല്ലോ അല്ലേ? ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ സ്വർഗീയ മോൺസിഞ്ഞോർ വർക്കിയച്ചനും സിസ്റ്റർ എൽസിസ് മാത്യു എല്ലാം ബോംബെയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ ആദ്യമൊക്കെ അച്ഛൻ പറയണത് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ അച്ഛൻ പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ പറയണത് തോമസ് പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ധ്യാനമെല്ലാം വളരെ വിജയകരമായിട്ട് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എൽസിസ് മാത്യു അച്ഛനും കൂടി പറഞ്ഞു, തോമസ് പോൾ ഒന്ന് കൊളത്തുവയലിൽ വന്ന് ധ്യാനം കൂടുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങ് പറയുന്നതനുസരിച്ച് ഞാൻ വരാം. അങ്ങനെ എനിക്ക് തോന്നുന്നത് 96 തോന്നുന്നു. 96 ഞാൻ ഇവിടെ കേരളത്തിൽ വന്ന് ധ്യാനം കൂടി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഒരു ധ്യാനമേ ഞാൻ കൂടിയിട്ടുള്ളൂ. ആ ധ്യാനത്തിൽ അച്ഛൻ ആദ്യം ചോദിച്ച ചില വാക്കുകൾ എൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. അച്ഛൻ ചോദിച്ചു, അതൊരു വളർച്ചാ ധ്യാനമായിരുന്നു. അച്ഛൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ വളരെയധികം ധ്യാനങ്ങളും ധ്യാനിപ്പിക്കുകയെല്ലാം ചെയ്യുന്ന വളർന്ന ശുശ്രൂഷകരാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ 30 മേനി, 40 മേനി, 60 മേനി, 80 മേനി, 100 മേനിയെല്ലാം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു എന്നുറപ്പുള്ളവർ കൈവക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ധ്യാനം ആരംഭിച്ചത്. ഞാൻ ആ ആശയം അച്ഛനിൽ നിന്നെടുത്ത് നിങ്ങളോടും ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ 25 വർഷമായിട്ട് വചനം പ്രഘോഷിക്കുകയും സുവിശേഷം വേല ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് ആ ബഹുമാനത്തോടെ ഞാൻ നിങ്ങളെ നമസ്കരിക്കുകയാണ്. കാരണം വലിയൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ ശുശ്രൂഷകരാകാൻ ദൈവം നിങ്ങളെയും നമ്മളെയെല്ലാം തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മളാരുടെയും ഗുണം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുണയാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എത്ര ഫലം പുറപ്പെടുവിച്ചു എന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. അപ്പോൾ എത്ര പേരുണ്ട് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു എന്നുറപ്പുള്ളവരൊന്ന് കരമുയർത്തുക. 80 മേനി ഫലം പുറപ്പെടുവിക്കുന്നു എന്നുറപ്പുള്ളവരൊന്ന് കരമുയർത്തുക. ഒരാൾ ഉയർത്തിയിട്ടുണ്ട്. സിസ്റ്റർ ഉയർത്തി താഴ്ത്തിയോ അതോ അവിടെ 1-2 പേര് ഉയർത്തുന്നുണ്ട്? 80 മേനി. 60 മേനി. 60 മേനി എളിമ കൊണ്ടായിരിക്കും, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഇത്. 60 മേനി. 50 മേനി. 50 മേനി 5-6 പേരുള്ളൂ. 40 മേനി. പിന്നെ നിങ്ങൾ എന്ത് മേനിയാ? 40 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നില്ലെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ നന്നായി ഈ ധ്യാനത്തിന് വന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അന്ന് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് വീണ് ഞാൻ ഒരാൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ. പ്രൈസ് ദ ലോർഡ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. ഞാൻ വേഗം ചമ്മി അവിടെ ഇരുന്നു. ഞാൻ ആ സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ ദിവസങ്ങളിലിവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കും, ബ്രദറെ, അന്നത്തെ ആ ധ്യാനത്തിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ ബ്രദറിൻ്റെ അടുത്ത ബെഡിലായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ അന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ബ്രദർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സ്നേഹമുള്ളവർ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കാൽക്കുലേഷനിൽ എന്തോ പെശക് പറ്റിയിട്ടുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേര് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ എളിമ കൊണ്ടോ പറയാതിരിക്കുന്നതാകാം.
പക്ഷെ നമ്മൾ അറിയുന്നത് നല്ലതാണ്. കർത്താവ് നമ്മളെ ഏത് തലത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതും നമ്മൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് ഒത്ത് പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷത്തിൻ്റെ ആരംഭത്തിൽ 31 തീയതി ഞാനിവിടെ ഉണ്ടായിരുന്നു. ഈ വർഷമല്ല, 2015 1 ഇവിടെ ഒരു ചെറിയ സന്ദേശമൊക്കെ തന്നു. അതിൻ്റെ തലേ ദിവസം ശുശ്രൂഷല്ല. അന്ന് ഞാൻ വർക്കിയച്ഛൻ്റെ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വർക്കിയച്ഛൻ പതുക്കനെ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് ഞങ്ങളുടെ ആളുകളെ ധ്യാനിപ്പിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് ഇത്ര വേഗം സംഭവിക്കുമെന്ന് എനിക്ക് സിസ്റ്റർ എൽസീസ് വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇത് വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നു. നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ്. കേരളത്തിലെ വളർച്ചാ ധ്യാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധ്യാന കേന്ദ്രമായിട്ടാണ് വളർച്ചാ ധ്യാനം. പ്രാരംഭ ധ്യാനങ്ങൾക്ക് ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ വളർച്ചാ ധ്യാനം നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധ്യാന കേന്ദ്രമാണ് കുളത്തുവയൽ ധ്യാന കേന്ദ്രവും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളെല്ലാവരും. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഭയന്നിട്ടാണ് ഞാൻ ധ്യാനിപ്പിക്കാൻ ഇവിടെ നിൽക്കണേ. അങ്ങനെ വളർച്ചാ ധ്യാനം നടത്തുന്ന നിങ്ങളോട് എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇപ്പോഴുമില്ല. ഞാൻ പൂർണ്ണമായ ഒരു ശൂന്യതയിൽ നിന്നുകൊണ്ടാണിത് ആരംഭിക്കാൻ പോകുന്നത്. ഒരു മുൻവിധിയോ ഒന്നുമില്ലാതെ. എനിക്ക് അറിയില്ല അടുത്ത് എന്താണ് പറയേണ്ടതെന്ന്. ഇപ്പം എനിക്കറിയില്ല. വളർച്ചാ ധ്യാനങ്ങളുടെ ധ്യാനകേന്ദ്രമായ ഈ കുളത്തുവയൽ മാത്രമല്ല, ഈ കുളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഇത് ഒരു പ്രൊഫറ്റിക് ആയിട്ട് പരിശുദ്ധാത്മാവ് പണിതുയർത്തി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വെറും ധ്യാനകേന്ദ്രമല്ല, ഒരു കോൺഗ്രിഗേഷൻ തന്നെ ധ്യാനിപ്പിക്കാനും ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകരാകാനും വേണ്ടിയുള്ള ഒരു കോൺഗ്രിഗേഷൻ തന്നെ, ഒരു കരിസ്മാറ്റിക് കോൺഗ്രിഗേഷനായിട്ട് വളരെ അപൂർവമേ ലോകത്തിൽ തന്നെ ഉള്ളൂ. ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആണ്. ഞാൻ മറ്റെങ്ങും അങ്ങനെ ഒരു കരിസ്മാറ്റിക് കോൺഗ്രിഗേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ നടത്തുന്ന ഒരു സന്യാസി സമൂഹത്തെ, അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, പിന്നീട് കാലത്ത് എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു സ്കൂൾ തുടങ്ങാനായിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ പ്ലാൻ എന്നെല്ലാം. പിന്നീടാണ് അച്ഛൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി, സ്കൂളല്ല ആവശ്യം, ദൈവവചനത്തിൻ്റെ സ്കൂളാണ് ഇത്. ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ വിമർശിച്ച് പറയുന്നൊരു കാര്യമാണ്. ഞാൻ വിമർശിക്കുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. എങ്കിലും ആ ഒരു ആശയം എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നു, നിങ്ങൾ അഭിമാനിക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ 2000 വർഷമായിട്ടുള്ള നമ്മുടെ ഈ കേരള സഭയിൽ 5000-ഓളം ഇടവകകളുണ്ട്. 30, 31, 33 രൂപതകളുണ്ട്. 5000-ഓളം ഇടവകകൾക്ക് 6000-ഓളം സ്കൂളുകളുണ്ട്, ട്രെയിനിങ് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഡിഗ്രി കോളേജുകളുണ്ട്, എൻജിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതെല്ലാ കോളേജുകളുണ്ടെങ്കിലും ഒറ്റ ബൈബിൾ കോളേജ് പോലും ഇല്ല. ഇതെന്നെ വളരെ വേദനിപ്പിക്കുന്നു. നമ്മൾക്ക് എന്തില്ലാഞ്ഞിട്ടാണ്? നമുക്ക് സ്ഥലമില്ലാഞ്ഞിട്ടാണോ? ഓരോ രൂപതയ്ക്കും സ്ഥലമില്ലാഞ്ഞിട്ടാണോ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? പഠിപ്പിക്കാൻ അച്ഛന്മാരോ കന്യാസ്ത്രീകളോ അൽമായോ ഇല്ലാഞ്ഞിട്ടാണോ? എവിടെയോ എന്തോ ഒന്ന് മിസ്സാവുന്നു. നമ്മൾ സ്ഥാപനങ്ങൾ എല്ലാം നമുക്കുള്ളത്
എല്ലാവരെയും പഠിപ്പിച്ച് വലുതാക്കി നല്ല കാശ് കിട്ടുന്ന ജോലിക്കാരാക്കി മാറ്റുക. കാരിയർ ബിൽഡിംഗ്, ജീവിതത്തിൽ മെറ്റീരിയലായിട്ടുള്ള വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാകുക. അങ്ങനെയൊക്കെ എന്തോ ഉണ്ടുള്ള മാതിരി എനിക്ക് തോന്നുന്നു. ഈ വേദന ഞാൻ ആരംഭത്തിലെ പങ്കുവയ്ക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒരു സ്കൂള് നടത്താതെ വചന സ്കൂള് ഇവിടെ തീർച്ചയായിട്ടും ഇത് വളർന്ന് ബൈബിൾ കോളേജ് വരെ ആകണം എന്നതാണ് എൻ്റെ ഒരു ചെറിയ ആഗ്രഹം. അങ്ങനെ കേരളത്തിൽ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ധ്യാനിപ്പിക്കുന്നതോടൊപ്പം കുറേയും കൂടി ആധികാരികമായിട്ട് വചനം പഠിപ്പിക്കുന്ന, കാരണം ഈശോ പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവചനം കൊണ്ടാണ്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ദൈവപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന്, ഇതൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കറിയില്ല അതിനിയും പൂർത്തിയാകാൻ ഉള്ള ബാക്കിയിരിക്കുകയാണ്. എൻ്റെ ഒരു വേദന ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ ശുശ്രൂഷാ മണ്ഡലത്തിൽ നിങ്ങളെ കർത്താവ് വളരെയധികം അനുഗ്രഹിച്ചിരിക്കുന്നു. ഈശോ പറയാറുള്ളൊരു കാര്യം, ചെറിയ കാര്യത്തിൽ വിശ്വസ്തരായ നിങ്ങളെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കും. അപ്പം നമ്മൾ ഇത്രയും നാളും ധ്യാനിപ്പിച്ച പോലെ ധ്യാനമൊക്കെ നടത്തി അങ്ങനെ നടക്കാമെന്ന് വിചാരിക്കണ്ട. നമ്മൾ ഓരോരുത്തരും 20-25 വർഷം ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത നിങ്ങളെ കർത്താവ് ഒരു പ്രമോഷൻ തരാതിരിക്കുമോ? അതോ ഇപ്പോഴും അതേമാതിരി തന്നെ ചെയ്തുകൊണ്ട് നടന്നാൽ മതിയോ? പ്രമോഷൻ വേണോ? പ്രമോഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കരമുയർത്തിയേ. അതെ, ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. ചിലവരൊന്നും കൈപൊക്കിയില്ല, അയ്യോ ഇത് തന്നെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ടാണ് നടക്കണം ഇനി. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ കോൾ വിത്തിൻ ദ കോൾ എന്ന ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണെങ്കിൽ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ തന്നെ വരദാനങ്ങളെക്കുറിച്ച് 12-ാം അധ്യായം 1 കൊരിന്ത്യസിൽ പറയുന്നത് ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ധ്യാനത്തിന് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരാശയം ഇതാണ്: നിങ്ങൾക്ക് ഇന്നേ വരെ ഉണ്ടായ അഭിഷേകത്തിനേക്കാൾ വലിയ അഭിഷേകത്തിൽ നിങ്ങൾ ശുശ്രൂഷ നയിക്കുന്നവരാകണം. നിങ്ങൾ 100 മേനി തന്നെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണം. നിങ്ങൾക്ക് പുതിയ പുതിയ ശുശ്രൂഷാ മേഖലകൾ തുറക്കപ്പെടണം. മദർ തെരേസ ഈ ഭാരതത്തിൽ വന്നത് ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ് വന്നത്. എന്നിട്ട് എങ്ങനെയാ പോയത്? മനസ്സിലാവുന്നുണ്ടോ? എന്ന മാതിരി നമ്മൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിലേക്ക് എങ്ങനെ വന്നാലും നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മൾക്ക് തുറക്കുന്ന വലിയ കവാടങ്ങൾ, വലിയ വരദാനങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇന്നത്തെ അതുപോലെ തന്നെ സൈമൺ വള്ളപ്പുള്ളി അച്ഛനും ഈ ഏതാണ്ട് 96-ലാണ് എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്, പുല്ലൂരാമ്പാറയിൽ ഒരു ധ്യാനം നമ്മൾ നടത്താൻ വേണ്ടി അച്ഛൻ ക്ഷണിച്ചു. 150 പേർക്ക് ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് ധ്യാനം ചിന്തിച്ചത്. പക്ഷേ രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ 1500 പേര് രജിസ്റ്റർ ചെയ്തേക്കണം. അങ്ങനെ ആ ധ്യാനം അവിടുത്തെ ഇടവകയിൽ വലിയ പന്തലൊക്കെ ഇട്ട് വലിയൊരു ധ്യാനമാക്കി നടത്തി. അന്നു മുതൽ അച്ഛനെ അറിയാം. അങ്ങനെ അച്ഛൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൽ, ഇന്ന് നമുക്ക് കിട്ടിയ വചനത്തിൽ എനിക്ക് ഒരു സൂചന കിട്ടി. സൂചന ഇതായിരുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ടെന്ന് മാത്രമല്ല, ഈശോ പറയാണ്, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും. ഇതിനി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണോ?
ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണോ? എന്താ നിങ്ങളുടെ ബോധ്യം? ഈശോ പറയാണ്, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും. അതിനു മുമ്പ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലമൊരുക്കി വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോകും. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ. എൻ്റെ ഒരു വിശ്വാസം, ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും ആ തിരുഹൃദയത്തിൽ, ആ പിതാവിൻ്റെ ഹൃദയത്തിൽ യേശുവിനോടൊപ്പമാണ്. അതല്ലേ വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതല്ലേ വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് നമ്മൾ പാടിയത്. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ മാലാഖമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ഇന്ന് നമ്മൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനയിൽ നമ്മളെ ആ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതിന് ഉള്ള അച്ചാരവും യോഗ്യതകളും എല്ലാം തന്നു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്തെ? അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് എനിക്കിങ്ങനെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു വചനം വരുന്നത്, അതിനോടനുബന്ധിച്ച് ഒരു വചനം ഇങ്ങനെ കാണുകയാണ്. അന്ത്യവിധി സമയത്ത് ഈശോയുടെ ആ പ്രബോധനത്തിൽ പറയുന്നത് ഇതാണ്: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ എല്ലാവരും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് വരുവിൻ. എത്ര പേര് ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്? കൈവക്കണ്ട. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ ആ സ്ഥലത്ത് വന്ന് എത്തിയിരിക്കുന്നു. ആരും നിങ്ങളെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ സാധ്യമല്ല. ഒരു പാപത്തിനും ഒരു ശാപത്തിനും ഒന്നിനും നിങ്ങളെ അതിൽ നിന്നെടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം കർത്താവ് ഈശോ മിശിഹ തൻ്റെ ജീവരക്തത്താൽ നിങ്ങളിൽ ജീവന്റെ അടയാളം മുദ്രകുത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി മനസ്സിലാക്കേണ്ടത് ആ ഒരു അവസ്ഥയുടെ ഇന്നുള്ള അവസ്ഥയെ നമ്മളൊരു അനുഭവമാക്കുക എന്നുള്ളതാണ്. ഇതാ ഒരു വചനം വരുന്നു, അല്ലെങ്കിൽ ഒരു ചിത്രം വരുന്നു. ഈശോയ്ക്ക് ഈ അവസ്ഥയെ, മനുഷ്യൻ്റെ മഹത്വത്തെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ മഹത്വത്തെ കാണിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് ദൈവമഹത്വം ഉണ്ടാകുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യണം? അതിനൊരാൾ മരിക്കണം, ഇല്ലേ? അതിനെന്ത് ചെയ്യണം? അതിന് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലാസറിനെ തിരഞ്ഞെടുക്കാം. ഇതാണ് ഈശോൻ്റെ സുഹൃത്തായാലുള്ള ഒരു ഗുണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി നമ്മളെല്ലാം ഉപയോഗിക്കും. അങ്ങനെ പാവം ലാസർ ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് മരിക്കാൻ പോകും. അസുഖമായി. പെങ്ങന്മാരെല്ലാവരും കൂടി വാവിട്ട് കരച്ചിലായി. അപ്പോൾ ഒരാളെ വിളിച്ചിട്ട് പറയും, നീ ഒന്ന് കർത്താവ് ഈശോ മിശിഹായുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ മതി, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരുന്നു. കർത്താവ് അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ ഇവൻ സുഖപ്പെടും. കർത്താവ് ലോകം മുഴുവനുള്ള എല്ലാവർക്കും രോഗശാന്തി കൊടുത്തുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തായ കർത്താവ്, ഈശോയുടെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ലാസറും മർത്താ മറിയും എല്ലാവരും. ഈശോ 12 വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കാൻ പോയപ്പോൾ ഇവരുടെ വീട്ടിലാണ് ആ കുടുംബം താമസിച്ചത്. അങ്ങനെ അവർ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. അപ്പം ലാസർ മരിച്ചു.
ഈശോ വന്നില്ല. പെങ്ങന്മാരുടെ കരച്ചിലൊന്ന് ചിന്തിച്ച് നോക്ക്. അടുത്തുള്ള ആളുകളെല്ലാം അവരെ കളിയാക്കിയിട്ടുണ്ടാകും. എവിടെ പോയി? അപ്പടി വലിയ യേശുവിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? ഇത്രയും രോഗമായിട്ട് കിടന്നിട്ട് തിരിഞ്ഞു നോക്കിയോ? ഇത് നമ്മളോടും ചോദിക്കാറുണ്ട്. നിങ്ങൾ വലിയ ധ്യാനിപ്പിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ ഒന്നും മാറാത്തത്? എത്ര ധ്യാന കേന്ദ്രങ്ങളിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യേണ്ടത്, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താ മാറാത്ത? ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാറൊക്കെ ഉണ്ടാകും. പാവം മർത്തയും മറിയും കരച്ചിലോട് കരച്ചിൽ. അത് കഴിഞ്ഞ് ശവോടൊപ്പെല്ലാം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ മഹാൻ എത്തുകയാണ്. ഈ മരിച്ച വീട്ടിലെ കരച്ചിൽ മാതിരി തന്നെ, ഓ നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഇവർ വിട്ട് ചങ്കിനെ അടിച്ച് കിടന്ന് കരയാൻ തുടങ്ങി. കർത്താവിൻ്റെ ആ മാനുഷികത മുഴുവനും അവരുടെ കരച്ചിലുമായിട്ടങ്ങ് ലയിച്ചു. അവിടെയാണ് സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ വചനം എന്ന് വിശേഷിക്കപ്പെടുന്ന അവൻ കണ്ണുനീർ പൊഴിച്ചു, അവൻ കരഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. അത് കണ്ടിട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പിട്ടപ്പോഴേക്കും ഈശോയുടെ മാനുഷികതയിൽ നിന്നും ആ ദൈവികതയിലേക്കൊരു സ്വിച്ചിങ് ആണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് എനിക്കറിയാം. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ സെന്റൻസ്. ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായുത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ വിശ്വാസം ഉണ്ടായല്ലോ, അന്ത്യദിനത്തിൽ ഉയർക്കും എന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കണം. അപ്പോൾ ഈശോ പറയുകയാണ്, ഐ ആം ദ റിസറക്ഷൻ, ഞാനാകുന്നു പുനരുത്ഥാനം. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാനിരിക്കുന്നവൻ ഞാനാകുന്നു എന്നല്ല പറയുന്നത്. അത് ഫ്യൂച്ചർ ടെൻസ് ആവില്ലേ? ഫ്യൂച്ചർ പാസ്റ്റ് ടെൻസ് എന്ന് പറയില്ലേ? എന്തായാലും മലയാളത്തിൽ ഭാവി കാലം. ഭാവി കാലം ഇവിടെ പറയുന്നത് വർത്തമാനകാലത്തിലാണ് പറയണേ. ശ്രദ്ധിച്ചോ? വർത്തമാനകാലമല്ലേ പറഞ്ഞ്? ജീവനും പുനരുത്ഥാനവും ഞാൻ ആകുന്നു എന്നെല്ലാവരും പറഞ്ഞ്, ജീവനും പുനരുത്ഥാനവും ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ ഉയർപ്പ് ഞാൻ ആകുന്നു. മാർത്തയ്ക്ക് ഇത് കേട്ടിട്ട് ആകെ, ദൈവമേ, ഞാൻ വിചാരിച്ചിരുന്നത് ഈ രോഗശാന്തിയൊക്കെ നടത്തി എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ഒരാൾ, പക്ഷേ അന്ത്യദിനത്തിൽ സകല മനുഷ്യരെയും ഉയർപ്പിച്ച് മഹത്വമണിയിക്കുന്ന ആ ആള്, ഈ ആള്, അതും ഇപ്പൊ തന്നെ ആകാൻ പറ്റുന്നു. അവളുടെ ഉള്ളിലേക്ക് ഈ വിശ്വാസത്തിൻ്റെ ഒരു പുതിയ ഒഴുക്ക്, ഒരു പ്രകാശം പടരുകയാണ്. മഹത്വം എന്താണെന്നുള്ളതും മഹത്വത്തിനെ കുറിച്ചുള്ള എന്തോ ഒരു കാര്യം അവൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങാണ് വരാനിരിക്കുന്ന ആ മിശിഹ എന്നും അങ്ങാണ് ദൈവപുത്രൻ, വിശ്വസിക്കുന്നു. ഇപ്പോഴാണ് അവൾക്കുണ്ടായിരുന്ന, അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്നും വലിയ ഒരു ഉയർച്ച. അതോടുകൂടി ഈശോ വീണ്ടും പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ മരിക്കുകയുമില്ല. ശോ, എന്തായി കേൾക്കണേ? മരിച്ചാലും ജീവിക്കും.
ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എവിടെയാ അവനെ അടക്കിയിരിക്കുന്നത്? വാ, അങ്ങോട്ട് പോകാം. കർത്താവേ, വന്ന് കണ്ടാലും. ഇത്രയും പ്രതീക്ഷിച്ചില്ല മാർത്ത. പറയാണ്, ഈശോ പറയാണ്, ആ കല്ലെടുത്ത് മാറ്റും. അയ്യോ, ഇപ്പോഴോ? ഈശോയെ, ഇപ്പോ 4 ദിവസമായി. ഇത് വലിയ ഒരു ഫിനോമിനയാണ് ഈ 4 ദിവസമായി എന്ന് പറഞ്ഞാൽ. ശവശരീരം അല്ലെങ്കിൽ മനുഷ്യ ശരീരം 3 ദിവസം കഴിഞ്ഞാൽ ജീർണിക്കും. അപ്പോൾ യഹൂദരുടെ ശവസംസ്കാര ചടങ്ങുകൾ അനുസരിച്ച് 3 ദിവസം അവർ ആ കബറിടത്തിൻ്റെ അകത്ത് പോയിട്ട് ലേപനം നടത്തും ശരീരത്തിൽ. 4-ാം ദിവസം പോകില്ല. 4-ാം ദിവസം ശരീരം അഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് 16-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം ഒന്ന് പാടി, യേശുവിൻ്റെ ശരീരം. അതുകൊണ്ടാണ് യേശു എപ്പോഴും പറഞ്ഞിരുന്നത് 3-ാം ദിവസം ഉയർക്കും, 3-ാം ദിവസം ഉയർക്കും. അതായത് യേശുവിൻ്റെ ശരീരം ജീർണിക്കാൻ വിട്ടുകൊടുക്കില്ല. അതാണ് 16-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കേൾക്കുന്നത്, പാടുന്നത്. കർത്താവെപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഈ സങ്കീർത്തനം. നമ്മൾ ഈ ധ്യാനത്തിൽ സങ്കീർത്തനങ്ങളായിരിക്കും പാടാൻ പോകുന്നത്. ഈശോ 4-ാം ദിവസം വന്നിരിക്കുന്നത് ജീർണിക്കുന്ന അവസ്ഥയെ മാറ്റി അവനെ പുതിയ സൃഷ്ടിയാക്കി ദൈവത്തിൻ്റെ മഹത്വം അണിയിക്കുന്നതിന് വേണ്ടിയാണ്. മഹത്വം, പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആ അവസ്ഥ മുൻകൂറായിട്ട് നമുക്ക് തരുന്നതിന് വേണ്ടിയാണ്. മാർത്ത പറഞ്ഞു, കർത്താവ്, ഇപ്പൊ 4-ാം ദിവസമാണ്, ഇപ്പൊ ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. ഇതിനു വേണ്ടിയാണ് ഈശോ ഇത്രയും ദിവസവും വരാതിരുന്നത്. ഈ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ ആ ഉത്ഥാനത്തിൻ്റെ ശക്തി അവനിലേക്ക് ഒഴുക്കിക്കൊണ്ട് ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യ വ്യക്തിയെ പുതിയ സൃഷ്ടിയാക്കി മഹത്വമണിയിക്കുന്നു. സ്നേഹമുള്ളവരെ, അതിന് ഈശോ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ വിശ്വസിക്കാമോ? ഞാൻ വിശ്വസിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. നീ വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ നിന്റെ സഹോദരൻ, ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന നിന്റെ സഹോദരൻ അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തിൽ, ആ ഉത്ഥാനത്തിന്റെ ഒരു മുൻകൂർ അനുഭവമായിട്ട് ഇപ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്റെ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ്. സ്നേഹമുള്ളവരെ, ഇതാണ് ക്രിസ്തീയതയുടെ രഹസ്യം. ഇതാണ് ക്രിസ്തീയത. മഹത്വമാണ്. ദൈവത്തിന്റെ മഹത്വത്തെ ഇവിടെ വെച്ച് അനുഭവിക്കുന്നതാണ് സ്നേഹമുള്ളവരെ ക്രിസ്തീയത.
കാറ്റക്കിസത്തിൽ 1002-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, അന്ത്യദിനത്തിൽ ഉയർക്കും എന്നത് വാസ്തവമാണ്. എന്നാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 1002-ാമത്തെ ഖണ്ഡികയിൽ പറയാണ്, അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഇവിടെ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനത്തിന് ശേഷം നമുക്ക് നമ്മളിൽ വിശ്വസിച്ചുകൊണ്ട് പെന്തക്കോസ്തായിലൂടെയെല്ലാം നൽകുന്ന ആ പരിശുദ്ധാത്മാവ് ഉയർപ്പിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും ഉള്ള പങ്കുചേരലാണ്. ഇപ്പോൾ അന്ത്യദിനത്തിൽ നമ്മൾ ഉയർക്കും. എന്നാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ ക്രിസ്തുവാണോ ഇവിടെ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ചത്? ആണോ? ആ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം വഴി കർത്താവ് ശരീരം രക്തം സ്വീകരിക്കാൻ തരുമ്പോൾ നമ്മൾ കഴിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു, നമ്മൾ കേട്ടും പോകുന്നു. നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ മനസ്സിലാവുന്നില്ല അത് സ്വർഗരാജ്യത്തിലുള്ള എന്താണ് ആ സ്വർഗരാജ്യം എന്ന് പറയുന്നത്? ഈ യുഗാന്ത്യത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആ അവസ്ഥയാണ് സ്വർഗരാജ്യത്തിന്റെ ഏറ്റവും മഹത്വമണിയിക്കുന്ന അവസ്ഥ. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സർവാധിപനാം കർത്താവെ പാടിക്കഴിഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മ ഒരാൾ മാത്രമാണ് ശരീരത്തോടെ സ്വർഗത്തിലേക്ക് ഉയർപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ ഒരു മുൻ അനുഭവം പോലെ. ഈശോയുടെ ഉത്ഥാനത്തിന് മുൻപ് പലരും സ്വർഗത്തിൽ പോയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗത്തിൽ നിരവധി മാലാഖമാരും നിരവധി വിശുദ്ധന്മാരും ഉണ്ടെങ്കിലും അവരെ ആ വിശുദ്ധന്മാരുടെ ആരുടെയും ശരീരം ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ മാതാവിൻ്റെ ശരീരം, മാതാവ് ഈ ഭൂമിയിലുള്ള ഇഹലോകവാസത്തിന് ശേഷം ഒരു ഡോർമേഷനിലേക്ക് പോയി. ആ ഡോർമേഷനിലൂടെ മാതാവിൻ്റെ ഒരു ഉറക്കമായിരുന്നു. അതിനുശേഷം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട, അങ്ങനെ ക്രിസ്തീയ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലായിട്ടാണ് മാതാവ് എന്ന് പറയുമ്പോൾ മനസ്സിലാകേണ്ടത് ഇതാണ്: ശരീരത്തിൻ്റെ ഉയർപ്പ് പൂർണ്ണമായി അനുഭവിച്ച വ്യക്തി എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഭാഗികമായി ഇവിടെ ഇപ്പോൾ വെച്ച് തന്നെ ഈ ശരീരത്തിൻ്റെ ഉയർപ്പ് അനുഭവിക്കുന്നു എന്നതാണ് നമ്മുടെ മഹത്വം. ഞാനിതൊക്കെ അങ്ങ് പറഞ്ഞു. എന്തോ ഒരു പുതിയ രൂപരേഖ വരുന്നമാതിരി ഇപ്പം തോന്നുന്നുണ്ട്. മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്നല്ലേ പൗലോസ് ശ്ലീഹ 2 കൊറിന്ത്യോസ് ഒന്നെടുത്ത് വായിച്ചേ. 2 കൊറിന്ത്യോസ് 3-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 8
കർത്താവ് ആത്മാവാണ്. 3-ാം അധ്യായത്തിൽ 18. ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാലോ. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും ബൈബിൾ ഉണ്ടായിരിക്കണം എന്നതൊരു ആവശ്യമാണ് കേട്ടോ. ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, കർത്താവിൻ്റെ മഹത്വം, പ്രൈസ് ദ ലോർഡ്, കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു വലിയ വളർച്ചയിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോകുന്നുള്ളൂ എന്നാണ് തോന്നണേ. ഇന്നേ വരെ ഇങ്ങനെ ഒരു തീം പറഞ്ഞ് ഞാൻ ധ്യാനം ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ വളരെ വലിയ എന്തോ കാര്യം ത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് തോന്നണേ നമ്മളെ. ഇതെനിക്കും ഒരു അനുഭവമായിരിക്കും. ഓരോ ഇങ്ങനത്തെ വളർച്ചാ ധ്യാനങ്ങളിൽ ഞാൻ ഒരു കടലാസോ ഒരു നോട്ടോ ഒന്നും തയ്യാറാക്കിയിട്ടല്ല. അതും നിങ്ങൾക്ക് ഒരു ഉപദേശമായിട്ട് സ്വീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരു നോട്ടും തയ്യാറാക്കാതെ ധ്യാനിപ്പിക്കണം. എങ്കിൽ മാത്രമേ പുതിയ ഉൾക്കാഴ്ചകൾ നമ്മിലേക്ക് വരികയുള്ളൂ. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ തരും. മരിച്ചൊരു വളർച്ചാ ധ്യാനത്തിന് ഇന്ന സബ്ജക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ മുൻകൂട്ടിയൊക്കെ എഴുതി ഉണ്ടാക്കി കൊണ്ടുവരാണെങ്കിൽ ഓരോ ധ്യാനത്തിന് അത് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഞാനിത് നിങ്ങളൊരു ടീമാണെന്നുള്ളതിൻ്റെ പേരിൽ പറയുന്നതാണ് ഒരു ഐഡിയ. അപ്പോൾ നമ്മൾ